ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൽ തീമഴ പെയ്തതുപോ. ദൈവഭാഗത്ത് നിന്ന് ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുകയും മനുഷ്യഭാഗത്ത് നിന്ന് ദൈവത്തോടും സഹോദരങ്ങളോടും ചേർന്ന് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നമ്മൾ പോകുന്നതിനുള്ള യോഗ്യതയും ക്രമീകരണവും ഒട്ടൊക്കെയായി. ബാക്കിയൊക്കെ ഇതിനോടിങ്ങനെ ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. ആഭരണം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ വരണമോ വരണ്ടയോ, അതൊക്കെ തലയിൽ എപ്പോഴും മുണ്ടിട്ടുകൊണ്ട് സ്ത്രീകൾ ഇരിക്കണമോ, അതൊക്കെ സ്ത്രീ സഭയിൽ പ്രസംഗിക്കണോ വേണ്ടയോ, ഇതെല്ലാം 66 മഹൽ ഗ്രന്ഥങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവിടെവിടെയായി ചില കാര്യങ്ങൾ ആ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിലും ഏത് കാലഘട്ടത്തിന് യോജിക്കാവുന്ന വിധത്തിലും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെ പ്രതി സഭയിലെ വിശ്വാസികൾ തമ്മിലോ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ തമ്മിലോ വാഗ്വാദമോ കോക്കോ വിളികളോ അമർഷമോ ദേഷ്യമോ ഉണ്ടാവുക എന്നത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ കുറവാണ്. നമ്മുടെ ജ്ഞാനം ദൈവഭാഗത്തു നിന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ സദ്വർത്തമാനങ്ങൾ അനുഭവിക്കുവാൻ ദൈവം വേണ്ടതെല്ലാം ചെയ്യുന്നു. കൃപ 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 കൃപ. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ മാനസാന്തരപ്പെടുകയും പൊതുജന്യം പ്രാപിക്കുകയും വിശ്വാസത്തിലേക്ക് ഉയരുകയും അഭിഷേകം പ്രാപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വചന പരിജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിലും അഭിഷേക പരിജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിലും ആത്മജീവിതം നയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണെന്ന് പ്രമുഖമായത് പറഞ്ഞു. അപ്രധാനമായത് വേറെ പലതുമുണ്ട്. സദ്യ ഉണ്ണുമ്പോൾ സാധാരണഗതിയിൽ വാഴയിലയോ അല്ലെങ്കിൽ നല്ല പ്ലേറ്റോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിലാണ് വിളമ്പിത്തരുന്നത്. വിളമ്പിത്തരുന്ന വാഴയിലയിൽ ചിലപ്പോൾ അഴുക്കുണ്ടായേക്കാം. നമ്മുടെ അടുത്തിരിക്കുന്ന വെള്ളമെടുത്ത് നമുക്ക് ഒന്നുകൂടി കഴുകുകയോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒപ്പിയെടുക്കാൻ ആവശ്യമായ ടിഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പിയെടുക്കുകയോ ഒപ്പിക്കളഞ്ഞ് വിശുദ്ധീകരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് വഴക്കടിക്കാതിരിക്കാൻ പറ്റും. വാഴയിലയിൽ ഇത് അഴുക്കിരിക്കുന്നു, ഞാൻ ജില്ലാ കളക്ടറല്ലേ, എന്നെ ക്ഷണിച്ചിട്ട് ഇതാ പാത്രത്തിനകത്ത് കുറച്ച് അഴുക്കിയിരിക്കുന്നു എന്നൊക്കെ പറയാതിരിക്കുന്നതാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഉദാത്തവൽക്കരിക്കുന്ന കാര്യം. ചിലർക്ക് ചോറിനകത്ത് മുടിക്കഷ്ണമോ മറ്റെന്തെങ്കിലുമോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പക്ഷേ ഹോട്ടലിലാണെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കേണ്ടി വരുമായിരിക്കാം. എന്നാൽ നമ്മളൊരു സദ്യവട്ടത്തിൽ ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു മുടിയുടെ കഷ്ണമോ എന്തെങ്കിലുമോ ഉണ്ടെങ്കിൽ നമുക്കൊരു ഛർദ്ദിക്കാൻ വരുന്നവരൊരവസ്ഥയൊക്കെ വന്നാൽ നമ്മൾ സാവകാശത്തിൽ ആരെയും കാണിക്കാതെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോവുകയോ കഴിക്കാതിരിക്കുകയോ, ഞാനാണെങ്കിൽ ആ മുടിക്കഷ്ണം എടുത്ത് മാറ്റി ആരും കാണാതെ കളഞ്ഞിട്ട് ആ ഭാഗത്തിരിക്കുന്ന കുറച്ച് ചോറോ പദാർത്ഥമോ കൂടി ഒഴിവാക്കിയിട്ട് ബാക്കി കഴിച്ച് അത് വിളമ്പി തന്നവർക്കോ മറ്റുള്ളവർക്കോ ഒരു വേദന വരാതിരിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. ഇതുപോലെ നമ്മുടെ കർത്തൃമേശ, നമ്മുടെ ജലസ്നാനം, നമ്മുടെ സ്തോത്രകാഴ്ച സമർപ്പണം, നമ്മുടെ പാസ്റ്റർമാരുടെ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മനോഭാവത്തിൻ്റെ സാംസ്കാരിക വിശുദ്ധീകരണം അനുസരിച്ചാണ്.
നമ്മുടെ മനോഭാവത്തിൻ്റെ സാംസ്കാരിക വിശുദ്ധീകരണം. അതനുസരിച്ചാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അടിസ്ഥാന മാനസാന്തരം ആണ്. അതാണ് ഞാൻ ഈ മാനസാന്തരത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയുവാൻ കാരണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ്, അഥവാ സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ് ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ചവിട്ടി താഴ്ത്തുകയില്ലെന്നോ അതിനെതിരെ പ്രബലപ്പെടുകയില്ലെന്നോ മത്തായി 16:18 പറഞ്ഞ ആപ്തവാക്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാം. സഭ കർത്താവിൻ്റേതാണ്. കർത്താവ് ശിരസ്സായിട്ടുള്ളതാണ്, ജനം ഉടലായിട്ടുള്ളതാണ്. ജനത്തിൻ്റെ ഈ കഴുത്തിൻ്റെ താഴെ വരെയാണ് ജനം, നെഞ്ചും കയ്യും കാലും എല്ലാം കൂടെ കൂടി. ശിരസ് താടിയുടെ മുകളിലേക്കുള്ള തല ക്രിസ്തു, കഴുത്ത് ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നു. കഴുത്തിൻ്റെ സ്ഥാനം പോലും ഇല്ല എങ്കിലും കഴുത്തിൻ്റെ സ്ഥാനമാണ് എന്ന് പറയാം ശുശ്രൂഷകന്മാർക്കും ശുശ്രൂഷകൾക്കും. ക്രിസ്തുവിൻ്റെ ധാരാവാഹിയായ സ്നേഹത്തെയും സൗഖ്യത്തെയും സത്യത്തെയും കഴുത്തിലൂടെ ഏറ്റെടുത്ത് ദൈവജനത്തിലേക്ക് കൊടുക്കുക. ദൈവജനത്തിൻ്റെ ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന, ദേഹത്ത് ആസകലം ഒഴുകി നടക്കുന്ന രക്തപ്രവാഹത്തെ കഴുത്തുവഴി മുകളിലേക്കും കടത്തിവിടുക. ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് കർത്താവിനൊപ്പം സ്ഥാനമില്ല, ദൈവജനത്തിനൊപ്പം പരിഗണനയില്ല. പക്ഷേ ഒരു പാലമായി ക്രിസ്തുവിനെയും ജനത്തെയും ഇടയ്ക്ക് നിന്ന് സേവിക്കുന്നു. എങ്കിൽ പോലും കർത്താവ് അവർക്ക് തൻ്റെ സഭയെ പണിയുന്നതിൽ വലിയ വില കൊടുത്തിരിക്കുന്നു. കർത്താവ് എങ്ങനെയാണ് കൊടുത്തതെന്ന് ബൈബിളിൽ എഫെസ്യ ലേഖനത്തിലുണ്ട്. 4:11 പോലെയുള്ള അനേകം വാക്യങ്ങളിൽ ചിലരെ കർത്താവ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു എന്നവിടെ പറയുന്നു. വേറെ ചിലരെ പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തു എന്നവിടെ പറയുന്നു. ഇനിയും കുറച്ച് അധികം ആളുകളെ പാസ്റ്റേഴ്സ് അഥവാ ഇടയന്മാർ എന്ന്, ഇംഗ്ലീഷിൽ പാസ്റ്റർ എന്നും മലയാളത്തിൽ ഇടയൻ എന്നും. ഇനിയും 2 കൂട്ടരെയും കൂടെ ഇംഗ്ലീഷിൽ ഇവാഞ്ചലിസ്റ്റുകൾ, സുവിശേഷകന്മാർ, ഇംഗ്ലീഷിൽ കൗൺസിലേഴ്സ് അഥവാ ടീച്ചേഴ്സ്. ഇങ്ങനെ അവരെ 5 വിധത്തിൽ പ്രമുഖമായി തിരിച്ചു എന്നും ബാക്കിയുള്ളവരെ അനേകം വിധത്തിൽ ഇവരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന, മേശയിൽ ശുശ്രൂഷിക്കുന്നവർ, ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നവർ, അങ്ങനെ പലതരം ശുശ്രൂഷകരെ ആ കാലഘട്ടത്തിൽ ദൈവം സംഘടിപ്പിച്ചു വച്ചിരുന്നു. ഈ ശുശ്രൂഷകന്മാർ ലോകം മുഴുവൻ പോകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നാനവും സ്നേഹവും കൃപയും എല്ലാം കൊടുക്കുന്നു. അങ്ങനെ അങ്ങോട്ട് ദൈവം കൊടുക്കുന്നു എന്നതുകൊണ്ട് സഭ എപ്പോഴും ഒരു കന്യകയെപ്പോലെ, ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കന്യകയെപ്പോലെ, യേശുവിൻ്റെ 2ാം വരവിന് വേണ്ടി ദൈവജനം കാത്തിരിക്കുകയാണ്. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ കൃപ ചൊരിയുന്നു. ദൈവം തൻ്റെ കൃപ ചൊരിയുമ്പോൾ പാപക്ഷമയ്ക്ക് വേണ്ടി രക്തപ്രക്ഷാളനം, ശുശ്രൂഷകൾക്ക് വേണ്ടി പരിശുദ്ധാത്മ പ്രക്ഷാളനം, ഇതെല്ലാം ദൈവം ചെയ്യുന്നു. മനുഷ്യരാകട്ടെ അടിസ്ഥാന മാനസാന്തരവും വീണ്ടും ജനനവും വിശ്വാസവും സ്നേഹവും വിശുദ്ധീകരണവും ഒക്കെ പ്രാപിച്ചുകൊണ്ട് നമ്മളെല്ലാം ദൈവത്തോട് തൻ്റെ കടപ്പാട് കാണിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം ചെയ്യുന്നതും മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് മനുഷ്യൻ ചെയ്യുന്നതും എല്ലാം കൂടെ സമ്യക്കായി സമ്മേളിക്കുമ്പോൾ രക്ഷ അത് മനോഹരമായി നമ്മളിലേക്ക് കടന്നു വരും. നമ്മൾ ഡോക്ട്രിനൽ ടീച്ചിങ്ങുകളെ എടുത്തു വെച്ച് തമ്മിൽ വാഗ്വാദങ്ങൾ നടത്തേണ്ടതില്ല. സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്, ധരിച്ചേ പറ്റൂ. ഈ കാര്യങ്ങളിലൊക്കെ അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പസ്തോലനായ പൗലോസ് തക്ക സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊരിന്ത്യരുടെ ഇടയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളോട് കണ്ടുകൊണ്ട് ചില തീർപ്പുകൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്ത്രീകൾ പാലിച്ചോളും, അവർക്കത് മനസ്സിലായിക്കോളും.
ആഭരണം നോക്കിയിട്ട് വിധി കൽപ്പിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും എഴുതി വച്ചിട്ടില്ല. പഴയ നിയമത്തിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതും നേദിച്ചതുമായ കുണുക്കുകളും ആഭരണങ്ങളുമൊക്കെ ഊരി വെപ്പിച്ചത് ആ ആഭരണങ്ങളെല്ലാം വിഗ്രഹാർപ്പിത ഭക്ഷണത്തോടും വിഗ്രഹങ്ങളോടും ചേർന്നിട്ടാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ മരിക്കുമ്പോൾ ആഭരണം ഇട്ടുകൊണ്ട് മരിച്ചാലും കർത്തൃമേശ എടുക്കുമ്പോൾ ആഭരണം ഇടാതെ കർത്തൃമേശ എടുത്താലും ഇതൊന്നും ഏതെങ്കിലും ഒരു ശുശ്രൂഷയെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന കാര്യമല്ല. ഇവയെക്കുറിച്ചൊക്കെയല്ല സഭയിൽ ശുശ്രൂഷിക്കേണ്ടത്. സഭയിൽ വിശ്വാസികളും എല്ലാവരും സാക്ഷാൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, എല്ലാ സമയത്തും ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുക. ക്രിസ്തുവിൻ്റെ പഴയ നിയമ വെളിപ്പാടുകൾ ഒത്തിരിയാണ്. സങ്കീർത്തനങ്ങളിൽ തന്നെ ക്രിസ്തുവിനെക്കുറിച്ച് 70 വെളിപ്പാടുകളുണ്ട്. 22-ാം സങ്കീർത്തനം ഉൾപ്പെടെ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ സമൃദ്ധമായിട്ടുണ്ട്. അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന്, ആവശ്യമെങ്കിൽ എടുത്തുകൊണ്ട് വന്ന് പുതിയ നിയമത്തിൽ പറയുന്നതിനോട് കൂട്ടിമുട്ടിച്ച് ക്രിസ്തുവിൻ്റെ ശക്തിയും വചനവും മനുഷ്യഹൃദയത്തിൽ കൊടുക്കുക. ഇതാണ് ദൈവസഭയ്ക്ക് ദൈവാത്മാവ് തരുന്ന ഉപദേശം. നിങ്ങൾ ലേറ്റായിട്ട് വന്നത് എന്താണെന്നും താമസിച്ചു പോയത് എന്താണെന്നും ദശാംശം എന്താണ് കൊടുക്കാത്തതെന്നും എന്തുകൊണ്ടാണ് കൂടുതൽ കൊടുത്തതെന്നും നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെന്നും കുറച്ചറിവേ ഉള്ളൂ എന്നും കുറച്ച് വിദ്യാഭ്യാസമേ ഉള്ളൂ എന്നും ഇതൊന്നും നമ്മുടെ ഒന്നും സഭകളിൽ ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യമല്ല. ദൈവജനം ലേറ്റായിട്ട് വരുന്നവരെ വഴക്കടിക്കുവാനോ പാടുന്നവർ താമസിച്ച് വന്നാൽ വഴക്കടിക്കുവാനോ ഒന്നും പരസ്യമായി നമുക്കാർക്കും അവകാശമില്ല. വേശ്യാസ്ത്രീയോട് എഴുന്നേറ്റ് പോടി എന്ന് പറയാത്ത ഒരു ദൈവം, അവളോട് ഞാൻ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവം, വേശ്യ പുരുഷന്മാർ വേശ്യ സ്ത്രീകളെ കല്ലെറിയാൻ വരുമ്പോൾ അവരുടെ പാപങ്ങൾ പോലും പരസ്യമായിട്ട് പറയാതെ നിലത്ത് വിരൽത്തുമ്പ് കൊണ്ട് എന്തൊക്കെയോ എഴുതിയത് അവരുടെ പേരാകാം, അവരുടെ പാപമാകാം. ബൈബിളിൽ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരത് കണ്ടിട്ട് ഓരോരുത്തർ കല്ലിട്ടിട്ട് പോയി എന്ന് പറയുമ്പോൾ പാപങ്ങളായിരിക്കണം അവരുടെ കർത്താവ് എഴുതിയത് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പാപികളെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരു യേശു പാപത്തെ വെറുക്കുന്നുണ്ടെങ്കിലും പാപിയെ വിളിച്ചിരുത്തി അവഹേളിച്ച് അപമാനിച്ച് ഒരിക്കലും പാപത്തെക്കുറിച്ച് ഭർസിക്കാത്ത ശാശ്വത സ്നേഹത്തിൻ്റെ ഉടമയായ സാക്ഷാൽ ക്രിസ്തുവേശു. വിശ്വാസികളും ശുശ്രൂഷകന്മാരും പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ എല്ലാവരും ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ പുതിയ നിയമപ്രകാരം സ്ത്രീ പുരുഷന്മാരെ കർത്തൃമേശയിലും ദൈവവചനത്തിലും തുല്യരായിട്ടാണ്. പക്ഷെ ലിംഗഭേദം ഉണ്ട്. ആദാമിനെയാണ് ആദ്യം സൃഷ്ടിച്ചത്, ഹൗവയാണ് ആദ്യം പാപം ചെയ്തത്. ഇതൊക്കെയും പരമസത്യങ്ങളെ നീക്കുമ്പോൾ പുതിയ നിയമത്തിലെ സത്യം അതിനപ്പുറത്ത് എല്ലാവരെയും സ്നേഹിക്കുകയും തുല്യമായി പരിഗണിക്കുകയും ചെയ്യുന്നതാണ്. ഒരു പുരുഷൻ്റെ വിശുദ്ധി ആത്മാവിന് 100%, ഒരു സ്ത്രീയുടെ വിശുദ്ധി ആത്മാവിന് 50% മാർക്കല്ല ദൈവം തമ്പുരാൻ കൊടുക്കാൻ പോകുന്നത്. മരണാനന്തരം ലിംഗവർഗ വർണ്ണ ഭർത്തൃ ഭാര്യ ബന്ധം ഒന്നുമില്ല, ക്രിസ്തുവിലുമില്ല. പക്ഷേ അപ്പസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പലതും നമ്മൾ പാലിക്കണം. പുരുഷന്മാരെ ഉപദേശിക്കുവാനോ മറ്റു പല കാര്യങ്ങൾക്കും സ്ത്രീകളെ അപ്പസ്തോലൻ അല്പം താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാകുമ്പോഴും നമ്മുടെ ലക്ഷ്യം, ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയില്ല, ആമുഖം പറയുകയാണ്, നമ്മുടെ ലക്ഷ്യം ദൈവസ്നേഹത്തിൽ നിറയുക എന്നതാണ്. മനുഷ്യ സ്നേഹത്തിൽ നിറയാൻ ശ്രമിക്കുക. ചിലരൊന്നും നമ്മുടെ സ്നേഹം വേണ്ട എന്ന് പറയും. ഭാര്യയെയും മക്കളെയും ഭർത്താവിനെ സ്നേഹിക്കുന്ന സ്നേഹമല്ല, ബന്ധുജനങ്ങളെയും മിത്രങ്ങളെയും. പക്ഷെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തെ സമ്പൂർണ്ണമായി സ്നേഹിക്കുകയും സഹോദരനെ വിശുദ്ധമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ആധ്യാത്മികതയുടെ ഭൂപടത്തിലാണ് ചർച്ച് ഓഫ് ഇറ്റേണിറ്റി. വീഴ്ചകളും താഴ്ചകളും കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ
അത് പർവ്വതീകരിച്ച് കാണിക്കാതെ അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെയും ആരെയും തലോടാതെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവസഭയുടെ പ്രതീകാത്മകമായ ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഭ. അങ്ങനെ ആയേ പറ്റൂ. വീഴ്ചകളും താഴ്ചകളും ഉണ്ടാകും. അതെല്ലാം യേശു തമ്പുരാൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കാൻ പറ്റണം. പ്രിയരെ, നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അവയ്ക്ക് നല്ല അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കണം. യേശുക്രിസ്തു പണിയുന്ന ദൈവത്തിൻ്റെ സഭ നല്ല ആത്മീയ കെട്ടിടമാണ്. അത് യേശുക്രിസ്തു പണിയുന്നതാണ്. അതിന് ഉറപ്പുള്ള അടിസ്ഥാനമുണ്ട്. കർത്താവ് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമുള്ള സഭയാണ് കെട്ടുറപ്പുള്ള സഭ. എന്നാൽ കർത്താവാണ് സഭയ്ക്ക് അടിസ്ഥാനമിടുന്നെങ്കിൽ ആവശ്യത്തിന് കെട്ടുറപ്പുണ്ടായിരിക്കും. അത്തരം സഭ മാത്രമേ സ്വർഗത്തിൽ നിലനിൽക്കുകയുള്ളൂ. മനുഷ്യൻ അടിസ്ഥാനമിടുന്ന സഭകളൊന്നും സ്വർഗത്തിനോളം പ്രായത്തിലെത്തുകയില്ല. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയാൽ സഭയ്ക്ക് അടിസ്ഥാനമിടുകയാണെങ്കിൽ സഭ വളരും. അത് സ്വർഗത്തിലെത്തുവോളം ഉണർന്നിരിക്കും. മാനുഷികവും പാരമ്പര്യവുമായ അടിസ്ഥാനമുള്ളത് ഭൂമിയിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഭൂമിയിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പസ്തോല പ്രവൃത്തികളിൽ ആ ബുക്കിൽ ക്രിസ്തീയ സഭയുടെ ഉത്ഭവവും ആദ്യത്തെ 40ഓളം വർഷത്തെ ചരിത്രവും നമുക്ക് വായിക്കാൻ സാധിക്കും. യേശുക്രിസ്തു AD 30 കൊല്ലപ്പെട്ടുവെന്നോ അന്തരിച്ചുവെന്നോ സ്വർഗീയനായി എന്നോ ആത്മാവായി തീർന്നുവെന്നോ എന്തു വേണമെങ്കിലും പറഞ്ഞു. ക്രൂശിൽ ബലിപുഷ്പമായി തീർന്നു എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശരി. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ കൂടിച്ചേർത്ത് പഠിക്കുകയാണെങ്കിൽ ഏകദേശം ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ഉപദേശപരമായ ചരിത്രം നമുക്ക് കിട്ടും. ആദിമസഭയിലെ, അതായത് 2000ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായ AD 30 ശേഷം അപ്പസ്തോലന്മാർ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന ക്രിസ്തു അടിസ്ഥാനമിട്ട സഭയുടെ നിലനിൽപ്പിനെക്കുറിച്ചാണ്, അതിൻ്റെ ചെയ്തികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. മോശ ആ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞതൊക്കെ ചെയ്തു, ചിലത് അറിയപ്പറ്റായിട്ടും ചെയ്തു. അത് ദൈവസഭയായിരുന്നു എന്ന് പറയുമ്പോഴും അതൊരു ദൈവ തീർത്ഥാടന കേന്ദ്ര സഭയായിരുന്നു. അത് വിശ്വാസ സ്നാനമെടുത്ത് വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം ഏറ്റുവാങ്ങി മറ്റൊരു ക്രിസ്തുവായി തീരുവാനുള്ള വിധത്തിൽ ഇന്ന് വളരുന്ന സഭയുടെ നിഴലായിരുന്നു പൂർവ്വകാല സഭ. ആ ഉപദേശങ്ങൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭ എന്ന നിലയിൽ, അതായത് ആദിമസഭയിൽ AD 30 ശേഷം 40 കൊല്ലത്തേക്ക് അപ്പസ്തോലന്മാരിൽ ഓരോരുത്തരും പിന്നീട് മരിച്ച് തീരുവോളം 100 വർഷത്തിനിടയ്ക്ക് ആ ഉണ്ടായ കാലഘട്ടത്തിലെ ഉപദേശങ്ങൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭ എന്ന നിലയിൽ പെന്തക്കോസ്ത് അനുഭവമുള്ള സഭയാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭയെന്ന് പറയാം. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് മെജോ. എൻ്റെ വീട് ചുണ്ടപ്പറമ്പ്. ഞാൻ മാനന്തവാടി പാസ്റ്ററിൻ്റെ മോനാണ്. എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാണ്. എനിക്ക് ഇപ്പോൾ 1 വർഷത്തോളമായി ശ്വാസം മുട്ടും നെഞ്ചുവേദനയും തുടങ്ങിയിട്ട്. അത് അന്ന് മുതൽ ചികിത്സ തുടങ്ങിയ 3-4 ആശുപത്രിയിൽ അതിനൊന്നും ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ മാസമാണ് പരിയാരം മെഡിക്കൽ കോളേജ് വ്യക്തമായ ചെക്കപ്പിലൂടെ അസുഖം എന്ന് കണ്ടുപിടിച്ചത്. ഹാർട്ടിൽ നിന്ന് ലെൻസിലേക്കുള്ള ഒരു വാൽവ് ഞരമ്പ് ബ്ലോക്കായിരിക്കുകയാണ്. അതിന് ചികിത്സിക്കുന്നത് അഡ്മിറ്റാണെന്ന് പറഞ്ഞു. ഞാൻ അഡ്മിറ്റായി 10-21 ദിവസത്തോളം അവിടെ അഡ്മിറ്റായി കിടന്നു. അയാളൊക്കെ സമയത്തൊക്കെ സാറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സാറ് സഭാ കൂട്ടായ്മ മുഖത്ത് ഫാസ്റ്റർമാരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 20 ദിവസം കഴിയുമ്പം ഡോക്ടർ ചെറിയ കുറവുണ്ടായപ്പോൾ വീട്ടിൽ പോകോളാൻ പറഞ്ഞു. സാറിനെ വിളിച്ച് പറഞ്ഞു. സാറ് പറഞ്ഞു ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്, നമുക്ക് അവിടെ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 24-ാം തീയതി സാറ് വീട്ടിൽ വരികയും സാറ് എന്നെ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴേക്കും എൻ്റെ അസ്വസ്ഥതകളും കൂടുതലും ഭയങ്കര ക്ഷീണവും കടപ്പൊക്കെ ആയിരുന്നു.
അത് കൂടുതൽ മാറുകയും കുറച്ച് ഊർജ്ജത്തെ പോലെ നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റി. എൻ്റെ ജോലി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിഞ്ഞ് കുക്കിംഗ് ആയിരുന്നു. 10-12 വർഷത്തോളം കുക്കിംഗ് ചെയ്തു. അതായത് കാരണം പറഞ്ഞത് അത് പുകയടിച്ച് ലെൻസ് ഹീറ്റായി, അങ്ങനെയാണ് ഇതായെന്ന് പറഞ്ഞത്. സാറ് അന്ന് സ്പർശിച്ചത്തോളം മുതൽ ഞാൻ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ ഓക്സിജൻ എടുത്തു മാറ്റുകയും ശ്വാസമുട്ടലും ചുമയും നിന്നേക്കുമായി എടുത്തു മാറ്റി കളയുകയും ചെയ്തു. പിന്നെ ഇന്നലെ പ്രാർത്ഥിച്ചു, സാറ് വചനം കേട്ട് സാറ് പ്രാർത്ഥിച്ചു. സ്രാവാത്തിന് ശേഷം സാറിന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, എനിക്കൊരു പുത്തനൊരു ഉണർവ് ഇന്നലെ കിട്ടി. ദൈവനെ സ്പർശിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അസ്വസ്ഥകളും ക്ഷീണങ്ങളും എല്ലാം വേദനകളെല്ലാം പോയി. എനിക്ക് വേണ്ടി എത്തിച്ച സാറിനും എനിക്ക് വേണ്ടി ഈ അത്ഭുതം ദൈവത്തിനും 1000 നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ ഫോൺ നമ്പർ 99 47 24 54 06.